ഒരു കമൻറ്റ് വരെ ഉണ്ടായി. എന്താ വെച്ചാൽ ഞാനും ശ്യാം ഡോക്ടറെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഡെലിവറി കഴിഞ്ഞതും അവിടെ നിന്നാണ്. പക്ഷെ ആ കുട്ടിക്കും ഇതേപോലെയുള്ള വേറൊരു സിൻഡ്രം ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്കാനിങ്ങിൽ മനസ്സിലായിരുന്നില്ല എന്ന്. അപ്പം ഒരു സ്കാനിങ്ങിൻ്റെ ബേസിലാണ് ഡോക്ടർ പറയാം. അപ്പം അതിപ്പം ആ മെഷീൻ്റെ ക്വാളിറ്റീൻ്റെ പ്രശ്നമാണോ അല്ല ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നമുക്ക് പറയാൻ കഴിയില്ല. ഒരിക്കലും ഒരു ഡോക്ടറെ നമുക്ക് ഫുൾ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പം നമ്മൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ കൂടുതലായിട്ട് ഡോക്ടർമാർ പറഞ്ഞു തരണം. ശരിക്കും 5th മന്ത് സ്കാനിങ്ങിൽ മൈക്രോസെഫാലി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമോ? സഹകരണ ഹോസ്പിറ്റലിലുള്ള പയ്യന്നൂർ സഹകരണ ഹോസ്പിറ്റലിലെ മെഷീനിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ അല്ല മെഷീൻ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പം പറയാൻ പറ്റൂല. മനസ്സിലായ? അപ്പം നമ്മൾ ആദ്യം ബ്ലെയിം ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു ഡോക്ടറെ ഞാൻ ബ്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡോക്ടർ പറഞ്ഞത്. അതിലൊരു കുഴപ്പമില്ല. അത് മാത്രമല്ല, ഡോക്ടർ ആ റിപ്പോർട്ട് സ്കാനിങ് ഡോക്ടറാണ് തരുന്നത്. സ്കാനിങ് ഡോക്ടർ തന്ന് അത് ഞാനായാലും വായിച്ചു നോക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ. പക്ഷെ എനിക്ക് അതിലൊന്നും കണ്ടിരുന്നില്ല. ബൈലാറ്ററൽ ക്ലബ് ഫുട്ടായിരുന്നു. പിന്നെ എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇന്നും എനിക്കറിയില്ല. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഈ സ്കാനിങ് മെഷീൻസും അതുപോലെ സ്കാനിങ് ഡോക്ടേഴ്സ് അതുപോലെ നമ്മുടെ ഗൈനക്കോളജി ഡോക്ടർമാർ, അപ്പം അവർക്കെല്ലാം ഇതിനായിട്ട് ബന്ധപ്പെട്ട് പീഡിയാട്രിക് ഡോക്ടർമാർക്ക് അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ നോളജ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ